നമ്മുടെ അസാധ്യ രുചിയുള്ള ഷെഫ് പിള്ളയുടെ വൈറലായ ഉള്ളി തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വൈറൽ റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസിൽ സവാള എടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉള്ളി അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം അത് നല്ല തിൻ സ്ലൈസ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ് കേട്ടോ. ഞാൻ മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് നമുക്ക് മുറിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 എണ്ണമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് കൈകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ആ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ആ എരിവും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വേണം കേട്ടോ. നമ്മുടെ ഉള്ളി നല്ല സെറ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കട്ടിയുള്ളതും എന്നാൽ അതിൻ്റെ കട്ടയെല്ലാം മാറ്റിയിട്ടുള്ളതുമായ നല്ലതായിട്ട് ഇതുപോലത്തെ നല്ല തൈര് തന്നെ, പുളി കുറഞ്ഞ തൈര് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 250 ml തൈരാണ് കേട്ടോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തൈരും നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാരൊക്കെ ഒന്ന് ഓർത്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇവിടെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു വറവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് അതിന് വേണ്ടി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു 7 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഈ ചെറിയുള്ളി നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണവേ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളകും കൂടി ചെറുതായിട്ട് കീറിയതും പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മൂടി വെച്ച നമ്മുടെ തൈരിൻ്റെയും തക്കാളിയുടെയൊക്കെ മിക്സിലേക്ക് നമ്മൾ ഈ വറവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വറവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു നല്ല മണമാണ് കേട്ടോ. ഇത് തന്നെ മതി, ആ മണം മതി നമുക്ക് ചോറൊക്കെ ഉണ്ടാണേ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വറവ് ഇതിനകത്ത് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വൈറൽ ഉള്ളി തക്കാളി പച്ചടി നമുക്ക് സാധാരണ ചോറിൻ്റെയും അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസോ അല്ലെങ്കിൽ ബിരിയാണിയും എല്ലാത്തിനും കൂടി നല്ലൊരു അടിപൊളി കോംബോയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം. അപ്പം പാകത്തിന് ഉപ്പൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് ഇതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷെഫ് പിള്ളയുടെ വൈറലായ ഈ ഉള്ളി തക്കാളി പച്ചടി നിങ്ങൾ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത്ര നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന ഇന്നത്തെ പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.